അതിപരിശുദ്ധമായി നാം വാഴും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം എന്റെ 19-ാമത്തെ വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹല്ലേലൂയ. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും നിരവധി തവണകൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനഃപ്പാഠമാക്കിയിരിക്കുന്നതുമായ ഈ വചനം ഒരുപാട് ശക്തരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ കേട്ട ശക്തമായ ദൂതുകൾ, ആലോചനകൾ, എല്ലാറ്റിനേക്കാൾ ഉപരിയായി സ്വർഗത്തിലെ ദൈവം നമ്മോട് നേരിട്ട് സംസാരിച്ചിരിക്കുന്ന അതിശക്തവും അധികാരവുമുള്ള വചനമാണ്. നാം വായിച്ച വചനം എന്താണ്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത് എന്താണ്? ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. ഇതിനൊരു വിശ്വാസമാണ് നമുക്ക് ആവശ്യം. ഈ വചനത്തിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ഈ വചനത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ കഴിയുള്ളൂ, രക്തം ചെയ്യാൻ. നമുക്കറിയാം, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ലോകം മുഴുവനും അനേക അശുദ്ധാത്മാക്കളെ കൊണ്ട് നിറയപ്പെട്ടതാണ്. അശുദ്ധാത്മാക്കളും ദുഷ്ടശക്തികളും ദുർഭൂത ശക്തികളും ദുർഭൂത ബന്ധനങ്ങളും ദുരാചാരങ്ങളും ദുഷ്കർമ്മങ്ങളും എന്നുവേണ്ട പിശാച് ഏതെല്ലാം തന്ത്രം ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ച് അശുദ്ധാത്മാക്കളെ കൊണ്ട് നിറയപ്പെട്ടതാണ് ഈ ലോകം. ഈ ലോകത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത് ഈ ദുഷ്ടലോകമെന്നാണ്. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന. നിങ്ങൾ വായിച്ചു നോക്കി കാണാൻ കഴിയും. നിങ്ങൾ സർവ്വലോകം, ഈ ഭൂമിയിൽ 800 കോടി ജനം വസിക്കുന്ന, നമ്മൾ പറയുന്ന 7 ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്ന സകല സ്ഥലങ്ങളും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കണം. അവൻ കൈവശമാക്കി. ദൈവം മനുഷ്യനെ നന്മയ്ക്കും നേരായി ജീവിക്കുവാനും ദൈവ ഇഷ്ടം ചെയ്യുവാനും ദൈവത്തോടു കൂടെ നടക്കുവാനും ദൈവത്തോടു കൂടെ വസിക്കുവാനും ദൈവമായി വലിയ ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ സാത്താൻ ഉപായത്തിൽ മനുഷ്യനെ പാപത്തിൽ വീഴ്ത്തിയ നാളു തൊട്ട് ഹവ്വയിൽ തുടങ്ങി ആദമിൽ പ്രവേശിച്ച ആ പാപം സകല മനുഷ്യരിലേക്കും ഈ ദുഷ്ടനായ പിശാച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത് സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അനേക അശുദ്ധാത്മാക്കളായ ദുഷ്ടശക്തികൾ, പിശാചുക്കൾ, ആത്മാവിനെ കളങ്കപ്പെടുത്തുന്ന പഴയ പാപായ സാത്താൻ, ദുഷ്ടമൃഗശക്തികൾ, അല്ലെങ്കിൽ കാട്ടുതേളുകൾ, ഹല്ലേലൂയ, ഇങ്ങനെ വിവിധ നിലകളിലുള്ള സാത്താന്റെ തന്ത്രങ്ങൾ ഒരു ദൈവവൈദ്യന് നേരെ ഏത് സമയം പോരാട്ടം ഉണ്ടാവും. പ്രൈസലോ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഇങ്ങനെയുള്ള അനവധി ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശോധനകളുടെ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ടാണ് ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറയുന്നത്. ഈ അധികാരത്തെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട. ഈ അധികാരം നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്. ഇവകൾ മനുഷ്യന്റെ പ്രാണനോടും ആത്മാവിനോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഈ സാത്താന്യ ശക്തികൾ മനുഷ്യന്റെ ആത്മാവിനോടും പ്രാണനോടും ശരീരത്തോടും യുദ്ധം ചെയ്യും. നിന്റെ ശരീരത്തെ കളങ്കപ്പെടുത്തും, നിന്റെ ആത്മാവിനെ കളങ്കപ്പെടുത്തും, നിന്റെ പ്രാണനെ ഇല്ലാതാക്കുക ഈ പിശാച്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജഡീയ കണ്ണുകൾ കൊണ്ട് ഈ സാത്താന്യ ശക്തിയെ കാണാൻ കഴിയത്തില്ല. ജഡീയ ശക്തികൾ കൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളെ കാണാൻ കഴിയില്ല. ഹല്ലേലൂയ. അതിനാണ് ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണമെന്ന് പറയുന്നത്. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നവർക്ക് മാത്രമേ ഹല്ലേലൂയ സാത്താന്റെ തന്ത്രങ്ങളിൽ അകപ്പെടാതെ ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാത്താന്റെ തന്ത്രങ്ങളിൽ വീഴും. അതുകൊണ്ടാണല്ലോ ഈ കാലഘട്ടം വല്ലാത്തൊരു ദുരനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മുഴുവൻ പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും പ്രാണനെയും നശിപ്പിക്കുന്ന ഈ സാത്താന്യ ശക്തികൾ സകല ജനത്തോടും പോരാടിക്കൊണ്ടിരിക്കുക. ആപാലവൃത്തം ജനങ്ങളോടും പോരാടുക. ആമേ. സാത്താന് പോരാണ്ട ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിരി തൊട്ട് കൊട്ടാരത്തിൽ ഇവരെ പാർക്കുന്ന
എല്ലാവരും സാത്താൻ പിടിക്കും. പ്രൈസ്. ഇവിടെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് നമ്മുടെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിക്കുവാൻ കഴിയുന്ന നിലയിൽ വിശുദ്ധിയെ പ്രാപിച്ചോണം. രക്തം ചെയ്യും. പ്രൈസലോ. അങ്ങനെയുള്ള ഒരു ഭക്തനെ സാത്താന് വീഴ്ത്താൻ കഴിയത്തില്ല. സാത്താൻ എല്ലാവരും വീഴ്ത്താൻ ശ്രമിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വിശുദ്ധനെ സാത്താന് വീഴിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. എന്നോട് പലപ്പോഴും സാത്താൻ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. സാത്താൻ എന്ന് പറയുന്ന മനുഷ്യരൂപത്തിലാണ് വരുന്നത് എന്ന് പറഞ്ഞ് എന്റെ ഉള്ളിൽ മോഹങ്ങൾ കൊണ്ടെത്തന്ന്, എന്റെ ഉള്ളിൽ ജഡിക ഇച്ഛകൾ കൊണ്ടെത്തന്ന്, ജഡിക കണ്ണുകൾ കൊണ്ട് ഞാൻ എന്നെ നോക്കിക്കണ്ട് പാപത്തിലേക്ക് വീഴ്ത്തുവാൻ കഴിയുന്ന നിലവാരമുള്ള അനവധി മോഹന വാഗ്ദാനങ്ങൾ സാത്താൻ എനിക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആദ്യമൊക്കെ ചിന്തിച്ചു പോകും ഇത് പാലും തേനും ഒക്കെയാണെന്ന്. പക്ഷേ നമ്മൾ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ അതിനകത്തെ വിഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അണലി വിഷം പോലെയുള്ള വിഷം നിറഞ്ഞിരിക്കുന്ന നാവുകൾ നിനക്ക് നേരെ സംസാരിച്ചേക്കാം. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ ഞാൻ നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ ഞാൻ നിങ്ങളെ തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് തന്ന അധികാരം ദുർവിനിയോഗം ചെയ്യാതെ അധികാരത്തെ നാം പ്രയോജനപ്പെടുത്തണം. അധികാരം നമ്മൾ ഉപയോഗിക്കണം. രക്തം ചെയ്യാം. ഒരിക്കൽ ഒരു സഹോദരൻ ഒരു ദൈവദാസന്റെ അരികെ ചെന്നു, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ അരികെ ചെന്നു. അദ്ദേഹത്തിന് അറിയേണ്ട ഒരു വിഷയം. അദ്ദേഹം ചോദിച്ചു, ദൈവദാസനെ, പിശാചുകളെ തുരത്തേണ്ടത് എങ്ങനെയാ? അതിനുള്ള വഴി എന്താണ്? അതിനുള്ള മാർഗം എന്താണ്? അതിനെന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ വല്ലതും പഠിക്കാനുണ്ടോ, ചെയ്യാനുണ്ടോ എന്നൊക്കെ ചെന്നൊരു സഹോദരൻ ഒരു ദൈവദാസനോട് ചോദിച്ചപ്പോൾ ആ ദൈവദാസൻ ഈ സഹോദരനോട് പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ച വചനം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഇവയൊന്നും നിനക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല ദൈവദാസനെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇതിനു വേണ്ടി സാത്താനെ തുരത്താൻ വേണ്ടിയിട്ട് യാതൊരു മായാവിദ്യകളും മായാജാലങ്ങളും പഠിക്കാൻ നീ പോകണ്ട. യാതൊരു തന്ത്രങ്ങളും മന്ത്രങ്ങളും നീ പഠിക്കണ്ട. ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ച നാളിൽ ആദ്യം നിനക്ക് തന്നിരിക്കുന്ന അധികാരമാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം. അതേ സഹോദര
തരുന്നൊരു അധികാരമാണ് ഈ ശുശ്രൂഷ. ഹല്ലേലൂയ. അതുകൊണ്ട് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യം പറയുകയാണ്, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം. എന്തിനാണ്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോകണം. നിങ്ങൾ ഒരു സ്ഥലത്ത് ഒതുങ്ങുവാനുള്ളതല്ല. താമസിക്കുന്ന ഗ്രാമത്തിനകത്ത്, പഞ്ചായത്തിനകത്ത് ഒതുങ്ങി പോകാനല്ല സഹോദര സഹോദരി. ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചത്, ദൈവം നിനക്ക് അധികാരം തന്നത് എന്തിനാണ്? നിനക്ക് അധികാരം, നീ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. സകല സൃഷ്ടി എന്ന് പറയുമ്പോൾ നീ പ്രസംഗിക്കുന്ന വചനം കേൾക്കുന്ന മനുഷ്യൻ മാത്രമല്ല, ഭൂമി ജീവനുള്ളതെല്ലാം കേൾക്കുന്നുണ്ട്. മനുഷ്യൻ കേട്ടിട്ട് മറുപടി പറയും, മനുഷ്യൻ കേട്ടിട്ട് തിരിച്ചു പ്രതികരിക്കും. പക്ഷേ നീ വചനം പ്രസംഗിക്കുന്ന ആ സ്ഥലത്ത് നിന്റെ ചുറ്റും നിൽക്കുന്ന വൃക്ഷലതാദികളും പക്ഷിമൃഗങ്ങളും ഇഴജാതികളും അവയെല്ലാം ഇത് കേൾക്കുന്നുണ്ടെങ്കിലും അഥവാ കേൾക്കുന്നില്ലെങ്കിലും അവയെല്ലാം സകല സൃഷ്ടിയുമല്ലേ. എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പ്രതികരിക്കുന്നില്ല. അപ്പം ദൈവമാണല്ലേ സകല വൃക്ഷലതാദികളെ പക്ഷിമൃഗജാതികളെ ഇഴജാതികളെ എല്ലാത്തിനെ സൃഷ്ടിച്ചത് ദൈവമല്ലേ. അപ്പൊ അതുകൊണ്ട് സകല സൃഷ്ടികളോടും, ദൈവത്തിന്റെ സകല സൃഷ്ടികളും വചനം കേൾക്കണം. ഹല്ലേലൂയ. അതിനകത്ത് ഹല്ലേലൂയ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല കേട്ടോ, എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഈ വചനം കേട്ട് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകി തന്ന ആദ്യ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കണം. ചിലര് പറയും രക്ഷിക്കപ്പെട്ടാൽ മതി സ്നാനം സ്വീകരിക്കേണ്ട, വിശ്വസിച്ചാൽ മതി സ്നാനം വേണ്ട. അല്ല, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. വിശ്വസിക്കാത്തവൻ, ഈ വചനം വിശ്വസിക്കാത്തവൻ എന്ത് ശിക്ഷാവിധിയിലകപ്പെടും. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് സ്നാനം വിട്ട് കർത്താവിന്റെ മകളായി മാറിക്കഴിയുമ്പോൾ നീ ശുശ്രൂഷ അധികാരം ദൈവം നിനക്ക് തരും. അമ്മ ശക്തമായ ഇതിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് കൃപയാൽ നിറയപ്പെട്ട് അഭിഷേകത്തിൽ നിറയപ്പെട്ട് കഴിഞ്ഞ് നീ ഭൂലോകത്തിലൊക്കെയും കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വിശ്വസിക്കുന്നവരാൽ നിന്റെ വചനം കേട്ട്, നിന്റെ യാത്രകളിൽ പുറപ്പെടുക്കുന്ന വചനം കേട്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അത് നിന്നിലൂടെ നടക്കും, വിശ്വസിച്ച് വരുന്നവരിലൂടെ നടക്കും. അല്ലെങ്കിൽ അടയാളം നടക്കും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മനോഹരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് കാര്യം വരികയില്ല, രോഗികളെ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഇതൊരു അധികാരത്തിന്റെ വചനമല്ലേ. ഞാൻ വീണ്ടും ആവർത്തിച്ച് ഈ വചനമൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ കാരണം നമ്മുടെ അധികാരം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പാഞ്ഞു ചെല്ലരുത്. ലോകക്കാരിലേക്ക് നമ്മുടെ കണ്ണുകൾ പാഞ്ഞു ചെല്ല. അവർ എന്തും ചെയ്യട്ടെ, പക്ഷെ നീ അത് ചെയ്യുവാൻ തുനിയരുത്. നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ നിന്നോട് അവിടെ വെച്ച് കൽപ്പിക്കും, അവിടെ വെച്ച് പറയുമെന്ന് പൗലോസിന്റെ മാനസാന്തരത്തിൽ ചേർന്ന് ഹല്ലേലൂയ യേശു സംസാരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. നീ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം, എന്ത് പറയണം, എവിടെ പോകണം, എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ മുഴുവൻ നീ ദൈവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കർത്താവിനോട് അരുളി ചെയ്യും. ഹല്ലേലൂയ. അതിന് മരണപര്യന്തം കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാ നീ ജീവകിരീടം പ്രാപിക്കുമെന്നാണല്ലോ വെളിപ്പാട് പുസ്തകം വായിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നഷ്ടപ്പെടുത്താതെ മരണപര്യന്തം നീ ശുശ്രൂഷ ഈ അധികാരത്തെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ മരണപര്യന്തം എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. ദൈവം നമുക്ക് തന്നെ കൂട്ടായ്മയുടെ അധികാരം, കൂട്ടായ്മയുടെ മഹത്വം, കൂട്ടായ്മയുടെ ശക്തി എന്തെന്ന് നമ്മൾ രുചിച്ചറിയണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം അങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു സാക്ഷ്യം നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. അത് അപ്പോസ്തല പ്രവൃത്തിയിലാണ് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോസ്തല 10-ാം അധ്യായം സ്തോത്രം അതിന്റെ 38-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവരോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് ഇവിടെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്ന ഒരു ശുശ്രൂഷയ്ക്കകത്ത് പത്രോസിന്റെ പ്രസംഗത്തിൽ കാണാൻ കഴിയും.
ഏരിയ പത്രോസ് യേശുവിനോട് കൂടെ നടന്നവരാണ്. ആമീൻ. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറ്റവും ആദ്യ ദൈവം ശക്തമായി ഉപയോഗിച്ചവരാണ്. ആമീൻ. പുതിയ നിയമസഭയുടെ ഏറ്റവും ആദ്യത്തെ അല്ലേലിയ ഒരു നല്ല പ്രസംഗകനാണ്. അല്ലേലിയ തൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാണ് സ്നാനപ്പെട്ടത്. അങ്ങനെ പത്രോസ് ആമീൻ ശക്തനായ ഒരു ശുശ്രൂഷകനായിരിക്കെ ചെയ്താണ്. കൊർന്നേലിയോസ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയിൽ താൻ കണ്ട ദർശനം, ആ ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പത്രോസിനെ ആളയച്ച് വീട്ടിൽ വരുത്തിയിട്ട് പത്രോസിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസ് പറഞ്ഞതാണ്, ഹല്ലേലൂയ, ആമീൻ, നസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. ഹല്ലേലൂയ. ദൈവം അവരോടുകൂടി ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കി സഞ്ചരിച്ചതുമായ വിവരം നിങ്ങൾ അറിയുന്നുണ്ടോ സഹോദര സഹോദരി? ഇതേക്കുറിച്ച് ബോധ്യമുണ്ടോ? പിതാവായി ദൈവം തന്നെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. കർത്താവിന്റെ പരശുശ്രൂഷയുടെ 3.5 വർഷം പിതാവ് പുത്രനെ അഭിഷേകം ചെയ്തത് മുഖാന്തരം ഹല്ലേലൂയ യേശു കടന്നുപോയ വഴിയിലെല്ലാം സാത്താൻ ശക്തികളെ, ദുർഭൂത ശക്തികളെ, ദുർബന്ധനങ്ങളെ, ഗ്രഹചാരങ്ങളെ, സാത്താന്യ ശക്തികളെ, ബാധ പിടിച്ചവരെ എല്ലാം എന്ത് ചെയ്തു? യേശു സൗഖ്യമാക്കി നന്മ ചെയ്തുകൊണ്ട് ഈ സുവിശേഷം സകല ജനത്തിലും വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഈ വചനമൊക്കെ അങ്ങോട്ട് പത്രോസ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു? അവിടെ കേട്ടവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ കേട്ടവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരും സ്തോത്രം. അങ്ങനെ എല്ലാവർക്കും അത് എഴുതിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്ക് വരുന്നുണ്ട്. ഈ വാക്കുകളിൽ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നു, ദൈവത്തെ മഹത്വീകരിക്കുന്നത് കേൾക്കിയാൽ പത്രോസിനോട് കൂട്ടം വന്ന പരിശോധനക്കാരായിരിക്കുന്ന വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികൾക്കും പകർന്നത് കണ്ട് വിസ്മയിച്ചു എന്നാണ്. അതാ ഭൂലോകത്തിലേക്ക് പോയി സകല ചുറ്റോട് സൂചിച്ചേട്ടൻ പറഞ്ഞു. കണ്ട കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നടന്നത് കണ്ടില്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഈ കാലഘട്ടത്തിൽ നീ രാഷ്ട്രീയക്കാരുടെ പുറകെ വാലി പിടിച്ച് നടക്കാതെ, അവരുടെ ഭാഗ്യം നടക്കാതെ, അവർ പറയുന്നതിന് അവസാനപാടി നടക്കാതെ, അവരുടെ മുമ്പിൽ പോയി നീ തലയാട്ടാതെ, അല്ലേരിയ നിനക്ക് തന്നിരിക്കുന്ന അധികാരവും നിനക്ക് തന്നിരിക്കുന്ന നിയമപുസ്തകം ഉണ്ടല്ലോ, ആ നിയമപുസ്തകത്തിൽ കർത്താവ് നിനക്കൊരു മാതൃകയെ ഒരു കാൽച്ചൂട് പിന്തുടരാൻ നിന്നെ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്ത് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നീ സുവിശേഷം പ്രസംഗിക്കണം. രക്തം ചെയ്യും, മരണം വരെ സുവിശേഷം പ്രസംഗിക്കണം. പൗലോസ് മരണം വരെ സുവിശേഷം പ്രസംഗിച്ചു. സ്തേഫാനോസ് മരിച്ചു വീഴുമ്പോഴും സുവിശേഷം പറഞ്ഞേ. കല്ലേറുകൊണ്ട് സ്തേഫാനോസ് മരിച്ചു വീഴുന്ന സമയത്തും സുവിശേഷം പറഞ്ഞു. എന്തായിരുന്നു സുവിശേഷം? കർത്താവേ, ഈ പാപം ഇവർക്ക് കണക്കിടരുതേ, ഈ പാപം ഇവർക്ക് നിർത്തരുതേ എന്നല്ലേ സ്തേഫാനോസിന്റെ അവസാന പ്രാർത്ഥന. പത്രോസാദിയായ അപ്പോസ്തലന്മാർ ഹല്ലേലൂയ പലരും എന്ത് ചെയ്തു? യേശുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. ഹല്ലേലൂയ. എന്നാൽ യേശു തെരഞ്ഞെടുത്ത ശിഷ്യന്മാര് 12 പേരിൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ എന്ത് ചെയ്തു? പണം മോഹിച്ചല്ലേലൂയ യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. അവസാനം അവന്റെ ഗതി എന്തായി? അവൻ ആ പണം കൊണ്ടുവന്ന് ഹല്ലേലൂയ മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ അസരമുണ്ടായിരുത്തി എറിഞ്ഞു കളഞ്ഞിട്ട് അവൻ പോയി കെട്ടിയാന്ന് മരിച്ചു. അതാണ് യേശുവിനോട് കൂടെ വന്ന ശിഷ്യന്മാർ യേശുവിനെ വിട്ട് മറ്റുള്ളവരോടൊപ്പം ചേർന്നപ്പോൾ അവസാനം ഗതി കെട്ടുപോയി ഞാൻ മരിക്കേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസനെ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന അഭിഷേകവും ശുശ്രൂഷയുണ്ടല്ലോ, അതിനെ നശിപ്പിച്ച് നീ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടന്നാൽ അവസാനം യൂദയ്ക്ക് പറ്റിയതുപോലെ നിനക്ക് പറ്റും. യൂദയുടെ അവസാനമാണ് നിനക്ക് വെച്ചിരിക്കുന്നത്. യൂദ കെട്ടിഞ്ഞാന്ന് മരിച്ചെങ്കിൽ അവന്റെ തുടലെല്ലാം തെറിച്ചു പോയെങ്കിൽ നീയും ഈ കാലഘട്ടത്തിൽ ദൈവിക അധികാരം നഷ്ടപ്പെടുത്തി നീ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ യൂദ കെട്ടിഞ്ഞാന്ന് മരിച്ചതിന് സമാനമായ പ്രതിസന്ധികളുടെ നിന്റെ അവസാനമായിരിക്കുന്നത്. ഹല്ലേലൂയ. നീ രാഷ്ട്രീയമല്ല ചുമക്ക്, നീ ബൈബിൾ ചുമക്ക്, സുവിശേഷം ചുമന്നുകൊണ്ട് നടക്ക്, പ്രസംഗിക്ക്. അല്ലെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് നീ സപ്പോർട്ട്, അവരോടൊപ്പം അവരോടൊപ്പം നിൽക്ക്, അവർക്കോടൊപ്പം പ്രാർത്ഥിക്ക്. നിന്റെ ആ മഹത്വവും പ്രതാപവും, നിന്റെ ആ ഹൂങ്കാര ചങ്കുവിരിവും നിന്റെ ഭാവവും, നിന്റെ ആ നോട്ടവും, നിന്റെ ഉള്ളിൽ സ്വയത്വവും ഒക്കെ ആ കൊമ്പൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് താഴോട്ട് വാ, ഇറങ്ങി താഴോട്ട് വാ. ഹല്ലേലൂയ. കാട്ടത്തിയുടെ മോളിൽ കയറുന്ന സക്കായിയെ കണ്ടിട്ട് യേശു പറഞ്ഞു, സക്കായിയെ, നീ ആ കാട്ടത്തിമേൽ
നിങ്ങട്ട് ഇറങ്ങി വാ, എനിക്ക് നിന്നോട് കൂടെ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. ഹല്ലേലൂയ. നിന്റെ വീടിന് രക്ഷ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴി വന്നത്. നീ എന്നെ കാണാനാണോ കാട്ടത്തിമേൽ കയറിയതെങ്കിൽ നീ കാട്ടത്തിമേൽ കയറണ്ട, നിന്നെ ഞാൻ കാണും. അല്ലേ? അതുകൊണ്ട് കൊമ്പ് വെച്ച് വിശ്വാസികളോടൊക്കെ ഞാൻ പറയട്ടെ, നിന്റെ കൊമ്പൊക്കെ ഒന്ന് താത്തി വെച്ചിട്ട് നീ ഒന്ന് ഇറങ്ങി വാ. അല്ലേ? സുവിശേഷത്തിലേക്ക് ഇറങ്ങി വാ. ദൈവം നിന്നെ നടത്തുവാൻ ശക്തനാണ്. നിന്റെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം തന്ന് നടത്താൻ ദൈവം വിശ്വസ്തനാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞങ്ങളൊക്കെ പറയട്ടെ, ഞങ്ങൾ ഈ സാധാരണയിൽക്കാരിൽ ഒക്കെ കുറഞ്ഞ സുവിശേഷകരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഞങ്ങൾക്ക് വലിയ പണവും പ്രതാപവും വലിയ മാളികയും മുറ്റത്ത് 5, 3, 4 വലിയ ആഡംബര കാറുകളും ഞങ്ങൾക്ക് വിദേശ ബന്ധങ്ങളും വിദേശത്ത് വരുമാനമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുന്നും മലയും കയറി ഇറങ്ങി സുവിശേഷമൊക്കെ പറഞ്ഞ് വെയിലും മഴയും കൊണ്ട് ആമി ചെരുപ്പം തേഞ്ഞ് വസ്ത്രം മുഷിഞ്ഞ് അല്ലെങ്കിൽ ആമി വെള്ളം കുടിക്കാനൊരു ഭക്ഷണമില്ലാതെ ഇന്ന് ഞങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെയൊക്കെ സുവിശേഷം പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഈ കൊമ്പില്ല. ഞങ്ങൾ കൊമ്പ് വെച്ച വിശ്വാസികൾ, കൊമ്പ് വെച്ച പ്രസംഗരമില്ല. കാരണം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പരമാധികാരമുണ്ട്. അത് സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്നതാ. അതിനെ നഷ്ടപ്പെടുത്താതെ ഞങ്ങളിനെ കാത്തു സൂക്ഷിക്കുക. ആമേൻ. യേശു അടുത്തിരുന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്ടരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന അന്ത്യകൽപ്പന. മത്തായി സുവിശേഷം 28:18, 19, 20 ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അല്ലേ? ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ പത്രോസ് അധികാരത്തോടെ കർത്താവാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസിന്റെ അതിരത്തുകൂടെ പുറപ്പെട്ടു വന്ന വചനത്തിന്റെ ശക്തി, ആ വചനത്തിന്റെ അധികാരം, പത്രോസിന് അധികാരമുണ്ടല്ലോ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കർത്താവ് പത്രോസിനെ ഏൽപ്പിച്ച അധികാരം ഉപയോഗിച്ച്, താക്കോൽ ഉപയോഗിച്ച് പത്രോസിന്റെ ഒറ്റ പ്രസംഗം, പത്രോസ് ആമി പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്തു? കൊർന്നലിയോസിന്റെ ഭവനത്തിൽ കൂടി വന്ന പലരുടെ ഹൃദയം ആ വചനമാകുന്ന താക്കോൽ കൊണ്ട് അങ്ങ് തുറന്നു. കേട്ടവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവുന്നതേ നിനക്ക് തന്നിരിക്കുന്ന അധികാരമുണ്ട്. ഹല്ലേലൂയ. അധികാരത്തിനകത്ത് നിൽക്കണം. ഹല്ലേലൂയ. നീ കൊടി പിടിക്കേണ്ടവനല്ലെന്ന്, നീ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കേണ്ടവനല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് നീ രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവര് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നീ പ്രതികാരത്തോടെ അവരോട് വൈരാഗ്യത്തോടെ പ്രസംഗിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായി മാറിയാൽ, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ MLA ആകാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സ്ഥാനം തന്നാൽ നിങ്ങൾ നിശ്ചയമായിട്ടും ജനത്തിന്റെ സ്വീകരണം വാങ്ങണം, ജനത്തിന്റെ കൈയടി വാങ്ങണം. അവർ പ്രസംഗിക്കുന്ന എല്ലാ അശുദ്ധമായ വാക്കുകൾക്കും നിങ്ങൾ സാക്ഷികളാകണം, നിങ്ങൾ കൂട്ടാളികളായി തീരണം. നിങ്ങൾ പ്രസംഗിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പ്രസംഗിക്കണം. വേണ്ട സഹോദരി. പിന്നെയാണോ നീ കൊടി പിടിക്കാൻ പോകുന്നേ? നിന്റെ കൊടിപിടുത്തം കർത്താവ് ആ കൊടി നിന്റെ കയ്യിൽ നിന്ന് മാറ്റി വെക്കും കേട്ടോ. ആ കൈ കൊണ്ട് നീ കൊടി പിടിക്കാൻ ഒരുങ്ങാതെ, അല്ലെങ്കിൽ എന്തിന് വേദപുസ്തകം ഉയർത്തിപ്പോഴത്? നിയമത്തിന്റെ ചിഹ്നം, നിയമത്തിന്റെ ജയത്തിന്റെ കൊടികളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയാനുണ്ട്. അത് നീ ഉയർത്തിപ്പറ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പം വീണ്ടും ഇവന്റെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, 5-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയിട്ട് 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. 5-ാം അധ്യായം അപ്പോസ്തലർ 5:16. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും ഹല്ലേലൂയ കൊണ്ടുവരികയും അവർ എല്ലാവരും ഹല്ലേലൂയ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. എന്താണ് അത് എഴുതിയിരിക്കുക? നമുക്കറിയാം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കയ്യാൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളെ കുറിച്ചാണ് ഇവിടെ വചനം പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 12 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏകമനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവർ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു.
പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും ആമേ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേൽ കിടത്തും. ഹല്ലേലൂയ. അങ്ങനെയായിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ എല്ലാവരും രോഗികളെ കൊണ്ടുവന്ന് തെരുക്കോണുകളിൽ വിരിപ്പിന്മേൽ കിടത്തും. കാരണം പത്രോസ് കടന്നു പോകുമ്പോൾ പത്രോസ് നിഴലെങ്കിലും അടിച്ചാൽ ആ രോഗി സൗഖ്യം പ്രാപിക്കും എന്നുള്ള ദൃഢവിശ്വാസം പത്രോസിനെ കുറിച്ച് ആ കാലഘട്ടത്തിലെ ജനത്തിനുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിനെ നിന്നെക്കുറിച്ച് ആ വിശ്വാസം ജനത്തിനുണ്ടോ? നീ പൊടി പിടിച്ചാൽ നിന്റെ മേൽ പിന്നെ ഒരു ശുശ്രൂഷം വിടുന്നത്. നീ പിന്നെ സൈക്കിള് കയറാൻ പഠിച്ചു. ഞാൻ 20 പൈസ 15 പൈസ ഉള്ളപ്പോൾ സൈക്കിൾ കയറാൻ പഠിച്ചതാ. അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാ. ഒരു 45 വർഷം 40 വർഷത്തിന് മുമ്പ്, 45 വർഷങ്ങളിലായി കാണും. എനിക്കൊരു 10-12 വയസ്സിൽ സൈക്കിൾ കയറാൻ പഠിച്ചതാ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ സൈക്കിൾ ചവിട്ടും. അന്ന് തൊട്ട് ഇന്ന് വരെ സൈക്കിൾ. കാരണം അന്ന് സൈക്കിൾ ബാലൻസ് കിട്ടിയതാ. അതുകൊണ്ട് ഇനി സൈക്കിൾ എനിക്ക് ഉണ്ടാൻ പറ്റാതെ വരുന്നിടത്തോളം കാലം, ഈ സൈക്കിൾ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്നിടത്തോളം കാലം ഞാൻ ഈ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുക. കാരണം ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നാളെ തൊട്ട് ഇന്ന് വരെ ദൈവം നിങ്ങൾക്ക് ഈ അധികാരവും ഈ ശുശ്രൂഷയൊക്കെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ മരണം വരെ നിങ്ങൾ ചെയ്യും. ലരിയ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നിടം വരെയും നിങ്ങൾ വീഴുന്നിടം വരെയും ശുശ്രൂഷ ചെയ്യും. പക്ഷെ അഭിഷേകം കാണത്തില്ല. ലേരി അഭിഷേകം കാണില്ല. ശൗലിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അല്ലേ ദൈവത്തിന്റെ ദാസന്മാരി നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. നീ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ക്രൈസ്തവ പീഡനം വർദ്ധിക്കുന്ന 1000-1000 ക്രൈസ്തവ പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ, അല്ലേറിയ ക്രൈസ്തവ വിശ്വാസികൾ ലോകമെമ്പാടും യാതൊരു ദയവില്ലാതെ അവരെ തോക്കിന് വെടിവെച്ചുകൊണ്ടെന്ന് വെട്ടിമുറിക്കുന്ന ഭാഷനെ അവരെ കൊല്ലുന്ന ക്രൂരമായ പ്രവർത്തികൾ, അവരെ ചെയ്യുന്ന ചാണകം തീറ്റിക്കുന്നു എന്ന് വേണ്ട എന്തെല്ലാം മൃഗീയമായി പീഡനം ചെയ്തവരെ കള്ളക്കേസിലാക്കി ജയിലിലടയ്ക്കുന്നു. അവർ ജയിലിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുക. പുറത്തുള്ള ദൈവദാസന്മാർ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷേ അവരുടെ നിലവിളി ജയിലിനകത്ത് ഉയരുമ്പോഴും കഷ്ടതയുടെ നടുവിലൂടെ സുവിശേഷത്തെ ഉയർത്തുമ്പോഴും അനേക പീഡന ഇരയായി മാറുമ്പോഴും അവരുടെ ചിന്തയേണ്ട പുറത്തുള്ള ദൈവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ സ്വാഭാവിക നിന്നെ വിളിച്ചത് കഷ്ടം സഹിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാ. എന്നെ വിളിച്ചത് കഷ്ടം സഹിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാ പ്രാർത്ഥന. അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നീ ദുർവിനിയോഗം ചെയ്യരുത്. ദുർവിനിയോഗം ചെയ്യാതെ നീ കർത്താവിന് വേണ്ടി നിൽക്കണം. പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ധരിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ലോകം നമുക്ക് വേണ്ട പ്രിയരെ, ലോകം നമുക്ക് വേണ്ട. ലോകത്തിന്റെ ഇമ്പം വേണ്ട, ലോകത്തിന്റെ സുഖങ്ങൾ വേണ്ട, ഈ ലോകത്തിന്റെ ഒരധികാരവും വേണ്ട. ദൈവം നമുക്ക് തന്ന അധികാരം മതി. ആ അധികാരം മരണം വരെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. എപ്പം ജീവൻ പോകുന്നു, എപ്പം മരിക്കുമെന്നും നമുക്കറിയില്ല. എത്രനാളും നമുക്ക് ജീവിതമുണ്ടെന്നും അടുത്ത നിമിഷം ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ കാണുമെന്നൊന്നും നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇന്ന് പകരം കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തോട് വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ, ദുർഭൂതശക്തികൾ, ദുരാചാരങ്ങൾ, ദുഷ്ട അശുദ്ധാത്മാക്കൾ, പഴയ പാപ്പായിക്കുന്ന പഴയ സർപ്പമായ സാത്താന്റെ ശക്തികൾ, ഹല്ലേലൂയ, തേടുപോലെ കുത്തുന്ന വിഷമടങ്ങിയ തേളിന്റെ ശക്തികൾ, വിഷണം നിനക്കെതിരെ സാത്താൻ കൊണ്ടുവരും. അത് നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കണം. നീ നിന്റെ തലമുറയും രക്ഷ പ്രാപിക്കണം. നിന്റെ കുടുംബത്തോട് വ്യാപരിക്കുന്ന സാത്താന്റെ ശക്തികളെ തുരത്തുകൊണ്ടുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകൾ നടക്കാമോ? എന്നോട് പറയോ, കർത്താവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു അധികാരവും വേണ്ട, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു സുഖ സൗകര്യങ്ങളും വേണ്ട. അവിടെ ഞങ്ങൾക്ക് തന്ന അധികാരത്തിൽ ഞങ്ങൾ അങ്ങയുടെ മഹത്വമേറെ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവേ, അവിടുത്തെ വരവിനായി കാത്തിരിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. എന്റെ കുടുംബത്തിന്റെ തലമുറയോട് വ്യാപരിക്കുന്ന എല്ലാ ദുർഭൂതങ്ങളിൽ നിന്നും വിടിവിക്കണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരത, ലോക രാജ്യം 800 കോടി ജനത്തിനായി രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങളുടെ ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന എല്ലാ ദ്വീപവാസികളെയും കർത്താവിയുടെ എല്ലാ നിയമകർത്താക്കളെയും നിർമ്മാണ രംഗം നിൽക്കുന്ന ക്രമസമാധാന
പാലക അതിർത്തികൾ കാവൽ ചെയ്യുന്നവരെ, എല്ലാ കർത്താവ് ജീവനക്കാരെ, എല്ലാ അധികാരികളെയും, മത നേതാക്കന്മാർ, രാഷ്ട്രീയക്കാർ, അല്ലൊരു ശൈശവത്തിനും ബാല്യത്തിനും കൗമാരം യൗവനത്തിനും വാർദ്ധക്യത്തിനും അശമയാചകർ, ഓർഫനേജിൽ ഓട്ടത്തിൽ തടവറയിലായിരിക്കും സകല ജനം കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, ഭാരമൊരുക്കിയത്, വേദനയിൽ കടന്നു പോകുന്ന, കണ്ണീരിലൂടെ കടന്നു പോകുന്ന, കടക്കണിയിലും മഹാവ്യാധിയിലും കടന്നു പോകുന്ന മന്ത്രവാദങ്ങളെ ദുർശക്തികളാൽ കുടുംബത്തിൽ ഭാരത്തെ കടന്നു പോകുന്ന, ശാപത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങളെ ഇന്ന് പകൽ കർത്താവ് വിടുവിക്കണമേ. സമാധാനമില്ലാതെ സന്തോഷമില്ല, കുടുംബം ചിഹ്ന ഭിന്നമാക്കി മാറ്റി, കുടുംബത്തെ തകർത്ത് മദ്യത്തിനും മയക്ക് ലഹരിക്ക് അടിമകളാക്കി സാത്താൻ പലരെയും ഉപയോഗിക്കുമ്പോൾ, അനവധി കുടുംബങ്ങൾ കണ്ണീരിലൂടെ അനവധി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, പീഡനം പെരുകുന്നു, അക്രമം പെരുകുന്നു, കുലപാതകങ്ങൾ, രക്തച്ചൊരിച്ചിൽ, സുവിശേഷ വിരോധികൾ ഉയരുമ്പോൾ, തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ, വർഗീയവാദങ്ങൾ ലോകമെമ്പാട് അതിശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവ് ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാത്താൻ ശക്തി ഒന്നടങ്കം ശ്രമിക്കുമ്പോൾ നടുവില് ദൈവമക്കൾ ഉണരേണ്ടതായ പ്രാർത്ഥിക്കുന്നു. സുവിശേഷ മുഖാന്തരം കഷ്ടം സഹിക്കേണ്ട ദൈവമക്കൾ, ദൈവദാസിദാസന്മാർ, പുരോഹിതന്മാർ, കന്യാസ്ത്രീകൾ, ക്രൈസ്തവ സമൂഹത്തെ, ഹല്ലേലൂയ, ചേരിക്കടക്കുന്നവരെ എല്ലാം ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, സമാധാനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുവാൻ, സമാധാന കാക്ഷികളായി കർത്താവേ ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ സകല ജനത്തെ ഒരുക്കണമേ. ദൈവദാസിദാസന്മാർ ജയിലുണ്ട്, അവരെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുക, സ്വന്തമാക്കി എടുക്കണമേ. കർത്താവേ, നിയമം കയ്യിലെടുത്തുകൊണ്ട് പലരും രാജ്യത്തിനകത്ത്, രാഷ്ട്രങ്ങൾക്കകത്ത് ഏകാധിപതി പോലെയാണ് രാജ്യത്തെ കർത്താവെ തകർക്കുവാൻ, ജനത്തിന്റെ സ്വാതന്ത്ര്യത്തെ, ജനത്തിന്റെ അവകാശത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ സാത്താന്യ ശക്തികളെ, എല്ലാ ആന്റി ക്രൈസ്ത ശക്തികളെയും നീക്കം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജന ഈ ദിവസം ശക്തി പ്രാപിക്കട്ടെ, സകല ജനത്തിൽ വിടിക്കണമേ, രോഗികളായപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, വിവിധ ബന്ധനങ്ങളാൽ കടന്നുപോകുന്ന വിടുതൽ കൊടുക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.